സൂചിപ്പിച്ച ആമിന ഹൈദർ ആരാ? ഞാൻ നിന്റെ അമ്മയുടെ നായര് പത്തനംതിട്ടക്കാരനല്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട ഗതികേട് എനിക്കുണ്ടാവുകയല്ലേ? നീ ഒരു കോപം പറയണ്ട. പോടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. അതായത് ആമിന ഹൈദറിന്റെ ഭർത്താവാണ് ഹൈദർ, കോൺഗ്രസ് പ്രവർത്തകനാണ്, മരിച്ചു. ആമിനയ്ക്ക് സീറ്റ് കൊടുത്തില്ല. ആമിന് സ്വതന്ത്രയെ മത്സരിച്ചു. എങ്ങനെ മത്സരിച്ചു? SDPI പിന്തുണയിൽ സ്വതന്ത്രയെ മത്സരിച്ചു. LDF അധികാരത്തിൽ, അവിടെ CPM അധികാരത്തിലേക്ക് വന്നു, എടുത്തു വെച്ചു. എവിടെ? ഉപാധ്യക്ഷ. ദൈവമേ, ചതിച്ചു എന്നാ തോന്നണേ. കാൽക്കാസിന് വിലയിരുത്ത് കള്ളോന്ന് പറയാണോ? വായിത്തോന്ന് പറയാണോ? ഞാൻ JK ഞാൻ ഉത്തരബോധത്തിൽ പറഞ്ഞ ആമിന ഹൈദറിനെ ആമിന ഹൈദർ വിജയിക്കുന്നത് SDPI പിന്തുണയിലാണ്. SDPI പിന്തുണ ആമിന ഹൈദർ അവിടുത്തെ ഉപാധ്യക്ഷയാണ്, അല്ലേ? ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ? കോട്ടാന്നൽ ഇപ്പോൾ ഭരിക്കുന്നത് SDPI പിന്തുണയിലാണ്. ഉത്തമബോധത്തിൽ പറയുന്ന കാൽക്കാസിന് വിലയില്ലാത്ത കള്ളോ? മറുപടി ഇല്ലെങ്കിൽ അധിക്ഷേപിക്കുകയാണോ JK? പുറത്താക്കിക്കൊണ്ടുള്ള തലസ്ഥാനം ഒന്നുകൂടെ കാണണം. JK ഉള്ള കാര്യം ഉള്ളതോട് പറയുമ്പോ എന്തോ വ്യാഖ്യാനിക്കല്ലേ ഇരുന്ന്? ഞാൻ പറഞ്ഞ പ്ലാനിങ്ങിന്റെ കുഴപ്പശനെ. JK മറുപടി ഇല്ലെങ്കിൽ അധിക്ഷേപമല്ല വേണ്ടത്. ഞാൻ പറഞ്ഞുതരാം അവിടുത്തെ ചരിത്രം. ഇനിയെങ്കിലും വിവരമുള്ളവർ പറയുന്നത് കേൾക്കണാക്കണ. പ്രചരിപ്പിക്കുന്ന നുണയെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നാലോ? എന്ത് JK പറയുന്നത് വസ്തുതാപരമാവട്ടെ. JK വസ്തുതാപരമാണ് പറയുന്നത്, വസ്തുതാപരമാവും. JK താങ്കൾ ജസ്റ്റ് അവിടുന്ന് ഫോൺ വിളിക്കൂ. ജസ്റ്റ് ഒന്ന് ഫോൺ വിളിക്കൂ. ആമിന ഹൈദർ SDPI പിന്തുണയോടെ അല്ല ജയിച്ചതെന്ന് ചോദിക്കൂ. അവരാണെന്ന് പറയും JK. വിളിച്ചു ചോദിച്ചു. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് കാര്യം എനിക്ക് പിടികിട്ടി. ഞാൻ കൃതാർത്ഥനാ. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഷമീർ എന്ന് പറഞ്ഞ SDPI സ്ഥാനാർത്ഥി നിങ്ങളുടെ വിദ്യാഭ്യാസ അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായിപ്പോ. SDPIയുടെ അംഗത്വത്തിലുള്ള ഒരാളും പത്തനംതിട്ടയിലല്ല, കേരളത്തിൽ എവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ. പക്ഷെ വിശ്വാസം എന്നല്ല, ഇങ്ങനെ ഊമ്പിത്തിരിഞ്ഞിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാലോ. പാലക്കാട് കോൺഗ്രസിനെ പോപ്പുലർ ഫ്രണ്ട് പിന്തുണച്ചില്ലേ? അപ്പൊ വർഗീയവാദി ഡെമോക്രാറ്റിക് റാസ്കൽ കണ്ട പിണറായി ജമാഅത്തെ ഇസ്ലാമിക്കാരനാവോ? ഇതല്ല അങ്ങയുടെ ആക്ഷേപം. ജമാഅത്തെ ഇസ്ലാമി അമീറിനെ കണ്ട പിണറായി ജമാഅത്തെ ഇസ്ലാമിക്കാരനാണോ? അങ്ങനെ ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല. ശരിക്കും സംഭവിച്ചു എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. മറുപടി ഉത്തരം മുട്ടുമ്പോ എന്തെല്ലോ പറയല്ലേ JK? വിട്ടേക്കു. നീ അവനെ കൊണ്ടുപോയത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ. കാണാം. വരട്ടെ.